ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സ്കിൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ പാർട്ട് വണ്ണിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ലൈഫ് സ്കിൽ, എന്താണ് കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ലൈഫ് സ്കിൽ, അതുപോലെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് സ്കിൽ. ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും നമ്മൾ തയ്യാറാക്കുന്നത് ഒന്ന് സൈക്കോളജിയിലെ ഓപ്പൺ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ഒപ്പം തന്നെ ബിഹേവിയറൽ സയൻസിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഇലക്റ്റീവ് കോഴ്സാണ് ലൈഫ് സ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ WHO പ്രധാനപ്പെട്ട കോർ ലൈഫ് സ്കില്ലുകൾ വരുന്ന സിലബസ് വരുന്ന മറ്റു കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് ലൈഫ് സ്കിൽ, അതുപോലെ തന്നെ കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ലൈഫ് സ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്കിൽ എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് സ്കിൽ. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കോർ ലൈഫ് സ്കില്ലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലുകൾ, നമ്മൾ ലൈഫ് സ്കിൽ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ WHO ഡെഫിനേഷൻ തന്നെയായിരുന്നു. പ്രധാനമായിട്ടും ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ആൻഡ് അഡാപ്റ്റീവ് ബിഹേവിയർ ആണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസുകൾ അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. ഇത്തരം ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഇത്തരം വെല്ലുവിളികളെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നേരിടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്തരം ചലഞ്ചസിനെ നേരിടാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്ന നമ്മുടെ പോസിറ്റീവ് ആൻഡ് അഡാപ്റ്റീവ് ബിഹേവിയറിനെയാണ് ലൈഫ് സ്കിൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് അഡാപ്റ്റീവ് ബിഹേവിയർ, എന്താണ് പോസിറ്റീവ് ബിഹേവിയർ എന്നുള്ളതൊക്കെ നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് വണ്ണ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് വണ്ണ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കോർ ലൈഫ് സ്കില്ലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പ്രധാനമായിട്ടും 10 കോർ ലൈഫ് സ്കില്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്തരം കോർ ലൈഫ് സ്കില്ലുകൾ നമുക്ക് മെൻ്റൽ ഹെൽത്ത് വെൽബീയിങ് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ബിഹേവിയർ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടും പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടും, ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി ലൈഫിലെ വെല്ലുവിളികളെ നമ്മൾ നേരിടാൻ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകളായിട്ടാണ് WHO ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ പ്രൊഫഷണൽ ലൈഫിലും ഒരുപോലെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമുക്ക് ഗ്രൗത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും വളരെ കാര്യക്ഷമമായിട്ട് ഇത്തരം നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ടും ഇത്തരം ലൈഫ് സ്കിൽ വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ്. WHO ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ലൈഫ് സ്കില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തതുമായിട്ടുള്ള ലൈഫ് സ്കില്ലാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഇരിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളെ കുറിച്ച് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ടാവും. ഇപ്പം നമ്മൾക്ക് അറിയുന്ന ഒരു സെലിബ്രിറ്റിയെ കുറിച്ചോ അങ്ങനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചോദിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേരല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ഐഡന്റിറ്റി ഇല്ലാതെ നമുക്ക് കൂടുതലൊന്നും അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ വേണ്ടി കഴിയുന്നുണ്ടാവില്ല അല്ലേ? കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഔട്ട്വേർഡ് ഫോക്കസ്ഡ് ആണ്. നമ്മൾ സെൽഫ് അവെയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് അവരുടെ ഇമോഷൻസ്, സ്വന്തം ഇമോഷൻസിനെ എബിലിറ്റി ടു റെക്കഗ്നൈസ് ഓൺ ഇമോഷൻസ്, തോട്ട് ആൻഡ് വാല്യൂ ആൻഡ് മോട്ടിവേഷൻ ആൻഡ് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നല്ലതും ചീത്തവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു എബിലിറ്റിനെയാണ് സാധാരണ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. സോക്രട്ടീസ് പറയുന്നുണ്ട്, ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അതാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. ഡാനിയൽ ഗോളിമാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, ഇദ്ദേഹം 1960കളിലാണ് ഇദ്ദേഹം ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇൻ്റലിജൻസ് മാത്രമല്ല ഒരു വൈകാരികപരമായിട്ടുള്ള ബുദ്ധി കൂടി വേണം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തിക്ക് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വൈകാരികപരമായിട്ടുള്ള ബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ 5 കമ്പോണൻറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെൽഫ് അവെയർ ആവുക എന്നുള്ളത്. അഥവാ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻസിനെ കുറിച്ചും നമ്മുടെ വാല്യൂസിനെ കുറിച്ചും നമ്മുടെ തോട്ടിനെ കുറിച്ചും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഒപ്പം തന്നെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യണം. ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാ ലൈഫ് സ്കില്ലിൻ്റെയും ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിട്ടാണ്
സാധാരണ സെൽഫ് അവെയർനെസ്സിനെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് അവെയർനെസ് ഇല്ലാതെ അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് സാധ്യമാവാതെ മറ്റു ലൈഫ് സ്കില്ലുകളൊന്നും തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അല്ലെങ്കിൽ മറ്റ് ലൈഫ് സ്കില്ലുകൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലൈഫ് സ്കില്ലിലേക്കും കിടക്കുന്ന ഒരു വേ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാ ലൈഫ് സ്കില്ലിൻ്റെയും ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിട്ടാണ് സാധാരണ സെൽഫ് അവെയർനെസ്സിനെ കാണുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സന്തോഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇമ്പൾസീവ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് സന്തോഷം കിട്ടും, ഇതൊക്കെ നമുക്ക് അവെയർ ആയിരിക്കണം. സ്വന്തം ഇമോഷൻസിനെ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്വന്തം തോട്ട് പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത്, ആ ചിന്തയുടെ മോട്ടിവേഷൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് മോട്ടീവ്സ് ഉണ്ടാവും നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും കാര്യം പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നമുക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ വളരെ നമ്മൾ മാസ്റ്റർ ആയിരിക്കും ഏതെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഒരു ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എന്താണ് വെല്ലായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില മേഖലയിൽ നമുക്ക് വളരെ വീക്ക് ആയിരിക്കും. ഈ വീക്ക് ആയിട്ടുള്ള പോർഷൻസിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഏതാണ് നമ്മുടെ വീക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ചില അൺകൺട്രോളബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ സാധാരണ ഈ അഡിക്ഷൻ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇവർ ഈ സെൽഫ് അവയർനെസ് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇവർ വ്യതിചലിച്ച് പോകുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ സാധാരണ ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ആൽക്കഹോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവർ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഈവനിങ് സമയത്ത്, ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രത്യേക കൂട്ടുകെട്ടിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫിസിക്കൽ എൻവയോൺമെന്റിൽ അവർ എത്തുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ മദ്യം കഴിക്കുന്നത്. അത്തരം ഫിസിക്കലി അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടുകെട്ടിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർക്ക് ഇത് കഴിക്കാനുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത്. അപ്പൊ അത് അവരുടെ ഒരു വീക്ക് പോർഷനാണ്. ഈ ഇന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ അവർക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ അവർക്ക് അത്തരം സാഹചര്യത്തിൽ നിന്ന് വളരെ ഡെലിബറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ശ്രമകരമായി, ഒരു വളരെ ഡെലിബറേറ്റ് ആയിട്ട് അവർക്ക് അത്തരം സാഹചര്യങ്ങളിൽ മാറി നിൽക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു പേഴ്സണൽ ഗ്രൗത്തും ഡെവലപ്മെന്റും, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രഗിൾസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീക്ക്നെസ്സും, അതുപോലെ നമ്മുടെ സ്ട്രെങ്ത്തും, നമ്മുടെ ഇമോഷൻസും, നമ്മുടെ മോട്ടിവേഷൻസിനെ കുറിച്ചൊക്കെ, നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ കോട്ടങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്, അതിനെ നമ്മൾ അതുപോലെ ആയിരിക്കും ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. കോൺടാക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് കോൺടാക്റ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ നമ്മൾ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഇമോഷണലി റിയാക്ട് ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ് നമുക്ക് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് അവെയർനെസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ലൈഫ് സ്കില്ലായിട്ടാണ് WHO പറയുന്നത്. സെൽഫ് അവെയർ ആവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം നമ്മളെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ടുള്ള വളരെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അത് അറ്റൈനബിൾ ആയിരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ സ്കില്ലും, നമ്മുടെ എബിലിറ്റീസും, നമ്മുടെ നോളജൊക്കെ നമ്മുടെ നോളജിനൊക്കെ അനുസരിച്ചിട്ടുള്ളതായിരിക്കണം. അപ്പം അങ്ങനെ വളരെ അറ്റൈനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല അച്ചീവ്മെന്റ് മോട്ടിവേഷൻസ് ഉള്ള ആൾക്കാർ പലപ്പോഴും നല്ല സെൽഫ് അവെയർനെസ് ഉള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ അറ്റൈനബിൾ ആയിട്ടുള്ള, നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സെൽഫ് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സെൽഫ് അവെയർ ആവുന്ന ആൾക്കാർ അവരുടെ വീക്ക്നെസ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധം അവർക്കുണ്ടാവും. അപ്പം അവരുടെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ്സിനനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഗോളായിരിക്കും അവർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ സ്കില്ലിനും, അവരുടെ കഴിവിനും, അവരുടെ വാല്യൂസിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഗോളായിരിക്കും അവർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ഒരുപോലെ നമുക്ക് എക്സൽ ആവണം എന്നുണ്ടെങ്കിൽ സെൽഫ് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ വേറെ എല്ലാ ലൈഫ് സ്കില്ലും നമുക്ക് എമ്പതി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മറ്റുള്ളവരെ കാര്യം നോക്കുന്നതിനേക്കാൾ ആദ്യം നമ്മുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവണം, അല്ലെ? ബാക്കിയുള്ളവരുടെ സിറ്റുവേഷൻസ് നോക്കിയിട്ട് നമ്മൾ ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് അങ്ങനെ ഒരു മിനിമം ഫീലിംഗ്, നമുക്കൊരു സിമ്പതി പോലും വരണമെന്നുണ്ടെങ്കിൽ
മിനിമം നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള അവയർനെസ് വേണം, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് അവയർനെസ് വേണം. ഇങ്ങനെ ഇമോഷൻസിനെ കുറിച്ച് നമ്മുടെ ബേസിക് മോട്ടീവിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ, അത്തരം ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഇത് ഓരോ ലൈഫ് സ്കില്ലും എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതും ഓരോ ലൈഫ് സ്കില്ലിൻ്റെയും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുള്ളതും നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഏതൊക്കെ പ്രധാനപ്പെട്ട ലൈഫ് സ്കിൽ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ WHO ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലൈഫ് സ്കില്ലാണ് എമ്പതി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സെൽഫ് അവെയർ ആയിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആവുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി കൂടിയാണ് ഒരാൾ എമ്പതറ്റിക് ആവുക എന്നുള്ളത്. അഥവാ സാധാരണ നമ്മൾ IQ പറയാറുള്ളത് ഒരാളുടെ ഇന്റലക്ച്വൽ ആണ്, അല്ലെ? ഒരാളുടെ ഇന്റലക്ച്വൽ ആസ്പെക്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ IQ നോക്കുന്നത്. ഒരാളുടെ അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ ഒരാളുടെ ലോജിക് എത്രത്തോളം അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്പീഡ് പ്രോസസ്സിങ് എത്രത്തോളം പറ്റുന്നുണ്ട്, എത്രത്തോളം ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് ഒരേ സമയം പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മെമ്മറി പവർ എത്രയാണ്, ഇതൊക്കെയാണ് സാധാരണ ഒരാളുടെ ഇന്റലിജൻസിൽ നോക്കുന്നത്, അല്ലെ? ഇതിന്റെ അപ്പുറത്തേക്കാണ് സാധാരണ ഇമോഷണലി ഇന്റലിജന്റ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരാളുടെ വൈകാരികപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഡാനിയൽ ഗൊളിമാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്, ഇമോഷണലി ഇന്റലിജന്റ് ആവാനുള്ള കമ്പോണന്റിൽ പിന്നെ ഒരു പ്രധാന, നേരത്തെ പറഞ്ഞ സെൽഫ് അവെയർ ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ എമ്പതി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എമ്പതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും നമ്മൾ കാര്യങ്ങളെ കാണുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് എപ്പോഴും നമ്മുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ കാണുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി, ഒരു 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടി അവരുടെ ടോയ് പോവുകയാണെങ്കിൽ ആ ടോയ് കളഞ്ഞു പോകുന്ന സങ്കടം നിങ്ങളോട് പറയുമ്പോൾ നമുക്കത് വളരെ സില്ലി ആയിട്ട് തോന്നുന്നത്, നമ്മൾ പലപ്പോഴും ആ ടോയ് എന്നുള്ളത് നമ്മുടെ പേഴ്സ്പെക്റ്റീവിലാണ് കാണുന്നത് എന്നുള്ളതാണ്. ഒരു അഡൽട്ട് ആയിട്ടുള്ള നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ടോയ് എന്നുള്ളത് ഒന്നുമല്ല, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഇത്തരത്തിലുള്ള ഒരു ടോയ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയും ഒപ്പം തന്നെ ഒരു രാജ്യം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാജാവിൻ്റെയും ഫീലിംഗ് ഒരുപോലെയാണെന്നുള്ളത്. കാരണം ഒരു കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് ആ ഒരു ടോയ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ, കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചോ യുദ്ധങ്ങളെക്കുറിച്ചോ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും തന്നെ ഒട്ടും വെറീഡ് അല്ല. അവരുടെ ലോകം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയിട്ടുള്ള ഒരു ലോകമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അവരുടെ ആ ചെറിയ പ്രശ്നത്തെ കാണുമ്പോൾ നമുക്ക് ആ പ്രശ്നത്തെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. എമ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നത്തെ കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ പ്രശ്നത്തെ കാണുക എന്നുള്ളതാണ് എമ്പതി അല്ലെങ്കിൽ എമ്പതറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എമ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ഫീലിംഗ്, തോട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനും മറ്റുള്ളവരുടെ ചിന്തകളും മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അത് അവരുടെ പൊസിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ്. ഒരു അൾട്രൂയിസം പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്വയം അഹം എന്നുള്ള ബോധ്യമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, നമുക്കൊരു ഐഡിയൽ വ്യക്തി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഒരു വ്യക്തികളൊക്കെ എപ്പോഴും അവരുടെ എമ്പതി എന്നുള്ള അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗം കൂടിയാണത്, വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കാണാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് എമ്പതി എന്ന് പറയുന്നത്. സാധാരണ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിലും ഒപ്പം തന്നെ നമ്മൾ പ്രൊഫഷണൽ ലൈഫിലും ഫാമിലി ലൈഫിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും വരുന്നത് ഒരാൾക്ക് ഈഗോയിസം കൂടുമ്പോഴാണ്. അഥവാ നേരത്തെ പറഞ്ഞ പോലെ ലോ എമ്പതി വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്കൊരു ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, നമ്മൾ അടുത്ത് ഇടപഴകുന്ന മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തതും നമ്മളവിടെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നതും പലപ്പോഴും പല കോൺഫ്ലിക്റ്റുകൾ രൂപപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കോണ്ടക്സ്റ്റ് കൊണ്ടായിരിക്കും അത് കാണുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഓരോ വ്യക്തിയും വളരെ യുണീക്കാണ്. ഒരു വ്യക്തിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള
ലൈഫ് എക്സ്പീരിയൻസുകൾ, ജീവിത അനുഭവങ്ങളുള്ളവരാണ്, വളരെ ഡിഫറെൻ്റ് ആണ്. ഇത്തരം കോണ്ടെക്സ്റ്റിൽ അവരുടെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഒരു ഒരു മനഃശാസ്ത്ര കൗൺസിലർക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണത്. നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് അവരുടെയൊക്കെ പ്രീവിയസ് എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. പല കാര്യങ്ങളും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് അവരുടെ പ്രശ്നങ്ങളെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് എമ്പതിയെ കാണാമെന്നുള്ളതാണ്. ആ എമ്പതി എന്നുള്ളത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലാവണം എന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ എമ്പതി മാത്രം പോരാ, അതിലൊരു ബിഹേവിയറൽ ആസ്പെക്റ്റും കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് പല ആൾക്കാരോടും ഒരു സിമ്പതിയൊക്കെ തോന്നാം. ഇപ്പം നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു വലിയ ഭാരമുള്ളൊരു ബാഗ്, അവരുടെ ഒരു ലഗേജ് അവർക്ക് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ, നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം നോക്കി നിൽക്കും, നമുക്കൊരു സിമ്പതിക്ക് അവരോട് തോന്നും അല്ലേ. ഈ സിമ്പതിൻ്റെ അപ്പുറത്തേക്ക് എമ്പതി ആവുന്നത്, ആ എമ്പതി തീർച്ചയായിട്ടും അതൊരു ബിഹേവിയറൽ ആയിട്ടുള്ള ആസ്പെക്ട്, അല്ലെങ്കിൽ സംതിങ്, ഒരു ആക്ഷൻസ് അവിടെ വരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴാണ് ഇതൊരു സിമ്പതി ആവുന്നത് എന്നുള്ളതാണ്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഫീലിംഗ് മാത്രമല്ല, അതിലൊരു ബിഹേവിയറൽ ആയിട്ടുള്ള ആസ്പെക്റ്റും കൂടി വരുന്ന സമയത്താണ് അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ എമ്പതി വർക്കാവുന്നത് എന്നുള്ളതാണ്. സാധാരണ വളരെ ഇന്റർചേഞ്ചബിളി പല കോണ്ടാക്സിലും ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് സിമ്പതി ആൻഡ് എമ്പതി. നമുക്കിതിൽ പ്രധാനപ്പെട്ട ഡിഫറൻസ് നോക്കാം. എമ്പതി എന്ന് പറയുന്നത് സാധാരണ ഈ പറഞ്ഞ പോലെ ഒരു എമ്പതി പൂർണ്ണാർത്ഥത്തിൽ അവരുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കലാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരുമായിട്ടൊരു റിലേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, പക്ഷേ ഈ സിമ്പതിയുടെ ഒരു പ്രോബ്ലം, സിമ്പതി പലപ്പോഴും നമുക്കൊരു ഡിസ്റ്റൻസ് ആണ് ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോഴും ഒരു പിറ്റി ഫീലിംഗ് ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളൊരു യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് നമ്മളൊരു ഒരാൾ റോഡ് സൈഡിൽ വളരെ ആൽക്കഹോളിക് ആയിട്ട് അവർ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ, അത്തരം കാഴ്ചകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അങ്ങനെയൊക്കെ. ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് അവരോട് തോന്നുന്നത് ഒരു സിമ്പതിയാണ് അല്ലേ. ഒരു സിമ്പതി, അത് പലപ്പോഴും ആ സിമ്പതി സൃഷ്ടിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും, ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ആയിരിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാനെന്നുള്ള ഒരു പ്രവണത നമ്മൾ കാണിച്ചോളണമെന്നില്ല. അതൊരു താൽക്കാലികപരമായിട്ട് ഒരു ഒരു പാപ മനോഭാവമായിരിക്കും നമുക്ക് അവരോട് തോന്നുന്നത് അല്ലേ. അവരൊന്നും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത് നമ്മൾ അത്രേ അതിൽ പ്രവർത്തിക്കുള്ളൂ. പക്ഷെ അതൊരു എമ്പതിയിലേക്ക് വരുമ്പോൾ അവരുടെ ഇമോഷൻസിനെ അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനും കൂടി ചെയ്യുമ്പോഴാണ് എമ്പതി എന്ന് പൂർണ്ണാർത്ഥത്തിൽ വരുന്നത്. നമ്മൾ പലപ്പോഴും ഒരു പ്രോസോഷ്യൽ ബിഹേവിയറിൻ്റെ ഒരു മോഡലുണ്ട്, എമ്പതിക് എമ്പതറ്റിക് ആൾട്രൂയിസം ഹൈപ്പോത്തിസ് എന്ന് പറയും. ഈ എമ്പതറ്റിക് ആൾട്രൂയിസം ഹൈപ്പോത്തിസ് ഒക്കെ പറയുന്നത്, നമ്മൾ മറ്റുള്ളവരൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തം കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ച് കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും, കുറച്ച് ചിലവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ഫാക്ടറാണ്, അത് എമ്പതിയാണ് എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രോബ്ലത്തിൽ ഒരു വ്യക്തി ഒരു പ്രോബ്ലമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കില്ല നമുക്ക് തോന്നുകയാണെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും അല്ലേ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എമ്പതിയാണ് എന്നുള്ളതാണ്. എമ്പതി കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലായിട്ട് WHO ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അഥവാ ഇവിടെ ഇൻഫർമേഷൻസ്, നമുക്ക് ഒരുപാട് കണ്ടന്റ് ഓഫ് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം കണ്ടീഷൻസിലൊന്നും തന്നെ വളരെ വിമർശനാത്മകമായിട്ട്, അല്ലെങ്കിൽ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട്, ശാസ്ത്രീയപരമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കലി ഒക്കെ കാര്യങ്ങളെ വിലയിരുത്താനും അതിനെ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് സാധാരണ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് സാധാരണ ഇൻഫോർമേഷൻസിനെയും സാഹചര്യത്തെയും, നമ്മൾ വ്യത്യസ്തമായി ഇടപെടുന്ന സാഹചര്യത്തെയും സിറ്റുവേഷൻസിനെയൊക്കെ തന്നെ ലോജിക്കലി, ഒബ്ജക്റ്റീവ്ലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യാനുള്ള കഴിവിനെയാണ് സാധാരണ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അഥവാ കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായിട്ടും യുക്തിപരമായിട്ടും ഒക്കെ ചിന്തിക്കാനുള്ള കഴിവാണ്. സാധാരണ അത് അത് പ്രധാനമായിട്ടും ഒരു സയൻറ്റിഫിക് തിങ്കിങ്ങിൻ്റെ കൂടി ഭാഗമാണ്. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുക, അതുപോലെ തന്നെ ആ ഒരു സർഫസ് ലെവലിൽ നിന്ന് കൊണ്ട് കാര്യങ്ങളെ കാണാതെ അതിൻ്റെ ഡെപ്തിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഒരു ലൈഫ് സ്കില്ലായിട്ടാണ് WHO കാണുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു
മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ ഇതെല്ലാവരിലും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് മൈൻഡ് ഉണ്ട് അല്ലേ? കാര്യങ്ങളെ വിമർശനാത്മകപരമായിട്ട് കാണാനൊക്കെ ഉള്ള ഒരു കഴിവാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മളൊരു ഷോപ്പിൽ കയറിയെന്ന് വിചാരിക്കുക. അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്കൊരു ഫോണ് കാണിച്ചു തന്നു. ഫസ്റ്റ് ഫോണ് കാണിച്ചു തന്നു. നമ്മളൊന്നും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ നമ്മൾ ആ ഫോൺ വാങ്ങുക എന്നുള്ളത് അതാണോ? ഒപ്പം തന്നെ ഒരു കണ്ടീഷനാണ്. മറ്റൊരു കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫോൺ വാങ്ങാൻ പോകുന്നു. ഒരുപാട് ഫോണുകൾ അവിടെ കാണുന്നു. നമ്മളൊരുപാട് നമ്മുടെ എന്ത് ആവശ്യത്തിനാണ് ഫോണെന്ന് നമ്മൾ നോക്കും. അതിൻ്റെ ഫീച്ചറുകൾ നോക്കും. അതിൻ്റെ അപ്ഡേഷൻസുകൾ നോക്കും. അതിൻ്റെ സർവീസിനെ കുറിച്ച് നമ്മൾ ചോദിക്കും. ഒപ്പം തന്നെ അതിൻ്റെ കമ്പനി എത്രത്തോളം വില അതിനുണ്ടെന്ന് നോക്കും. അതിൻ്റെ മാർക്കറ്റ് വില എത്രയെന്ന് നോക്കും. മറ്റ് ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ആ ഒരു ഫോണിന് വിലയുണ്ടെന്ന് നോക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യും അവരോട് ചോദിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കണ്ടീഷനാണ് എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ കണ്ടീഷൻസിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞ നമുക്ക് ഇതൊക്കെ നമ്മൾ ലൈഫിൽ നേരിടുന്ന ഒരുപാട് ചലഞ്ചുകളാണ് പല കണ്ടീഷൻസും അല്ലേ? അപ്പോൾ ചില കണ്ടീഷൻസിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഒരു ഫോൺ വാങ്ങുക എന്നുള്ളത് ഒട്ടും എന്താണ് യുക്തിപരമായിട്ടുള്ളൊരു തീരുമാനമല്ല അല്ലേ? വളരെ യുക്തിപരമായിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ഫോൺ വാങ്ങുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ ബഡ്ജറ്റ് നമ്മൾ നോക്കും. എത്രത്തോളം പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കും അല്ലേ? അതുപോലെ നമുക്ക് എന്തൊക്കെ ഫീച്ചറുകളാണ് ഫോണിന് വേണ്ടതെന്ന് നോക്കും അല്ലേ? അപ്പം നമുക്കൊരാൾക്ക് ക്യാമറ ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ക്യാമറ ക്വാളിറ്റിയും അതിൻ്റെ ലെൻസിൻ്റെ ക്വാളിറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ നോക്കുന്നുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വളരെ ബേസിക് ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളുള്ള ഒരു ഫോണായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഒപ്പം തന്നെ ഇതേ വില നിലവാരമുള്ള ഇതേ റേറ്റുള്ള മറ്റു കമ്പനിയുടെ ഫോണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഇങ്ങനെ എന്താണ് ഇൻഫർമേഷൻസിനെ ഈ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യാനും ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് നിന്ന് അനലൈസ് ചെയ്യാനും അതിനെ താരതമ്യം ചെയ്യാനും ഒപ്പം തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സർഫസ് ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുക എന്നുള്ളതല്ല, ബിയോണ്ട് ദ സർഫസ്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇൻഡെപ്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇത് പലപ്പോഴും നമ്മൾ എവിഡൻസ് എന്ന് ഇവിടെ പറയുന്നത് ഇറ്റ് ഇൻവോൾവ് ഇവാലുവേറ്റിംഗ് എവിഡൻസ്, ഐഡന്റിഫൈങ് ബയാസസ് ആൻഡ് കൺസിഡറിങ് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫോണിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ ഓരോ കാര്യത്തെയും അതിൻ്റെ കാര്യകാരണ സഹിതം നമ്മൾ വിശകലനം ചെയ്യും. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ബയാസുകൾ നമുക്ക് കടന്നു വരാം അല്ലേ? ഒരു കാര്യത്തിൻ്റെ നിറോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ നമ്മളെ ബയാസ്ഡ് ആവും ചില കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം നമ്മൾ ഇതിനെ വളരെ ഒബ്ജക്റ്റീവ്ലി നമ്മൾ നോക്കേണ്ടി വരും അല്ലേ? ഒബ്ജക്റ്റീവ്ലി എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചർ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചർ നമ്മൾ കമ്പയർ ചെയ്തായിരിക്കും വാങ്ങുന്നത്. അപ്പം ഇങ്ങനെ നമ്മളെ ബാധിക്കാനിടയുള്ള ബയാസുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റുകൾ നമ്മൾ നോക്കാം. ഒരു കാര്യത്തിന് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നോക്കുമല്ലേ, ഇപ്പോൾ റിസർവേഷൻ വേണോ വേണ്ടയോ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് നോക്കും അല്ലേ? ഒരു മാർജിനലൈസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ വ്യൂ പോയിന്റ് നോക്കും, അല്ലെങ്കിൽ അല്ലാത്തൊരു വ്യൂ പോയിന്റ് നോക്കും, അല്ലെങ്കിൽ ഒരു എന്താണ് ഇങ്ങനെയുള്ള നമ്മൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റുകൾ നോക്കും. ഇപ്പോൾ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാകും, അല്ലെങ്കിൽ ഒരു ബേസിക് യൂസർ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് നോക്കും. ഇങ്ങനെ നമ്മൾ വളരെ ഒരു കാര്യത്തെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് നമുക്ക് കാണാനുള്ള കഴിവാണിത്. ഒപ്പം തന്നെ ഇതിൻ്റെ ബയാസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഇവിടെ ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതിലും പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിലൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടാവും. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസുകളും നമ്മുടെ ബയാസുകളും ഒക്കെ സ്വാധീനിക്കും അല്ലേ? നമ്മുടെ പേഴ്സണൽ റിലേഷൻസ് ഒക്കെ ചില പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിലൊക്കെ ബാധിക്കും. അത് ഒട്ടും ഒബ്ജക്റ്റീവ് അല്ല. അങ്ങനെ വളരെ ഒബ്ജക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒബ്ജക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വളരെ ഇഫക്റ്റീവായിട്ട് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ള അങ്ങനെ ഒരു സയൻറ്റിഫിക് തിങ്കിങ് ആണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ കിട്ടുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ വിമർശനാത്മകമായിട്ട് ഒരു കാര്യത്തെ വിലയിരുത്തി
അല്ലെങ്കിൽ അതിനെ യുക്തിപരമായിട്ട് പരിശോധിച്ചാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസസ് കുറവായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതൊരു ചലഞ്ചാണ്, വലിയൊരു ചലഞ്ച് നമ്മൾ ഒഴിവാവുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ലൈഫിൽ അതൊരു പ്രധാനപ്പെട്ട നമ്മുടെ കരിയറിലും ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് നമ്മളൊരു ഓർഗനൈസേഷണൽ ലൈഫിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. കാര്യങ്ങളെ കുറച്ച് വിമർശനാത്മകപരമായിട്ടും കാര്യങ്ങൾ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് ഒക്കെ പരിശോധിച്ച് അതിനെ അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസിനെ മനസ്സിലാക്കിയിട്ട്, പ്രോബ്ലത്തെ മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ വ്യത്യസ്ത സൊല്യൂഷൻ്റെ വ്യത്യസ്ത രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ലോജിക്കലായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ, അതിൻ്റെ എലമെൻസിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മാത്രം അതിനെ സോൾവ് ചെയ്യുക എന്നുള്ള രീതിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു സ്കില്ലായിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ നമുക്ക് കാണാമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അഥവാ കാര്യങ്ങളെ കുറച്ച് ക്രിയാത്മകമായിട്ടും സർഗാത്മകമായിട്ടൊക്കെ ചിന്തിക്കാനുള്ള ഒരാളുടെ ശേഷിയാണ് ക്രിയേറ്റീവ് തോട്ട് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ മൗസിൻ്റെ ഒരു ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ഒരു പെന്നിനെ കുറിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു യൂസേജിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ഈ മൗസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം, നമുക്ക് മൗസ് പോയിന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമുക്ക് പറയാം അല്ലേ. നമ്മുടെ മോണിറ്ററിൽ മൗസ് പോയിന്റിൽ ഇത് വെച്ച് നമുക്ക് നീക്കാനും അതിനെ നിയന്ത്രിക്കാനൊക്കെ പറ്റും. ഇതായിരിക്കും പറയാം. അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു യൂഷ്വൽ യൂസാണ് അല്ലേ. ഒരു കാര്യത്തിൻ്റെ അൺയൂഷ്വൽ യൂസിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ കാണുന്നത് നമ്മൾ ചെയ്തു വന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു തോട്ട് പാറ്റേൺ നമ്മൾ ചെയ്ത രീതി തന്നെ വീണ്ടും അല്ലെങ്കിൽ അതേ പാറ്റേണിൽ ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഒരു പുതിയ ചിന്ത രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ ജനറേറ്റിംഗ് ന്യൂ ആൻഡ് ഒറിജിനൽ ഐഡിയ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ക്രിയേറ്റീവ് തിങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറേറ്റിംഗ് ന്യൂ ആൻഡ് ഒറിജിനൽ ഐഡിയ. ഓക്കെ. അഥവാ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു പുതിയ യൂസിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ രീതിയിലൂടെ ഒരു കാര്യത്തെ കാണാനുള്ള ഒരാളുടെ കഴിവാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. അതൊരു കാര്യത്തെ നമ്മൾ സാധാരണ സമീപിക്കുന്ന ഒരു രീതിയല്ല, അതൊരു ഫ്രഷ് പേഴ്സ്പെക്റ്റീവ് ആണ്, ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവ് ആണ്, ഒപ്പം തന്നെ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. ഓക്കെ. ഒരു ഫ്രഷ് പേഴ്സ്പെക്റ്റീവിലും ഔട്ട് ഓഫ് ബോക്സിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനെയാണ് സാധാരണ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമാണ്, ഇമാജിനേഷൻ്റെ ഭാഗമാണ്, ഒപ്പം തന്നെ ഓപ്പൺ മൈൻഡഡ്നെസ്സിൻ്റെ ഭാഗം കൂടിയാണ്. ഓക്കെ. സാധാരണ ഇത്തരം വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒറിജിനൽ തിങ്കിങ് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതൊക്കെ ഇത്തരം ക്രിയേറ്റിവിറ്റിയിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പുതിയ രീതിയിൽ കണ്ടുകൊണ്ടാണ്. നമ്മുടെ പ്രശ്നങ്ങളെയും അതുപോലെ ആശയങ്ങളെയൊക്കെ തന്നെ പുതിയ രീതിയിൽ കാണാനും പുതിയ രീതിയിൽ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരാൾക്ക് ഈ ഒരു സ്കില്ലുള്ളത് കൊണ്ടാണ് ലോകത്ത് പുതിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും വരുന്നതും, അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പല പല പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കണ്ടെത്തുന്നതൊക്കെ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്ങിലൂടെയാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അത് പലപ്പോഴും റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് ചിന്തിച്ച് പോന്നിരുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ആ ചിന്ത, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു യൂഷ്വൽ തോട്ട് പ്രോസസ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോൾ ആ യൂഷ്വൽ തോട്ട് പ്രോസസ്സിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പാരമ്പര്യ രീതിയാണ് ഈ മൗസിൻ്റെ ഉപയോഗം, മോണിറ്റർ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മൗസ് പോയിന്റ് കൺട്രോൾ ചെയ്യുക എന്നാണ് അല്ലേ. ഇതൊരു പേപ്പർ വെയിറ്റിന് വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ പേപ്പർ വെയിറ്റ് ആയിട്ട് ഒരു പേപ്പർ പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കും അല്ലേ. അതിന് പകരം വേണമെങ്കിൽ ഈ മൗസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ അൺയൂഷ്വൽ യൂസസ് ആണ്, ആരെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്ത് വേണമെങ്കിൽ ആക്രമിക്കാൻ പറ്റും അല്ലേ, ഇത് വെച്ച് എറിയാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഇതിൻ്റെ ഒരു അൺയൂഷ്വൽ യൂസസ് ആണ്. നമ്മൾ സാധാരണ ഈ മൗസിൻ്റെ ഒരു യൂസേജ് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കൺവെൻഷണൽ രീതിയിൽ ചിന്തിക്കാൻ കാരണം ഇത് നമ്മൾ യൂഷ്വലി ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്തത് എന്നുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഈ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത്തരം
ക്രിയേറ്റിവിറ്റിയുടെ അടയാളങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവായിട്ടുള്ള ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പാചകക്കാരനാണെങ്കിൽ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു ചില ചേരുവകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലാതായി പോകുക അല്ലെങ്കിൽ അതിൽ കൂടുകയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അവരത് വ്യത്യസ്തമായിട്ടൊരു ഡിഷായിട്ട് മാറ്റും. അല്ലേ? അത് അവരുടെ ഇത്തരം ക്രിയേറ്റിവിറ്റി കൊണ്ട് അവർ രൂപപ്പെടുന്നതാണ്. അതൊരു ഒറിജിനൽ തോട്ടാണ്. ഒരു ന്യൂ തോട്ടാണത്. ഒരു പുതിയ ഒരു ഡിഷായിട്ട് അവരതിനെ രൂപാന്തരപ്പെടുത്തും. അല്ലെങ്കിൽ ഒരു പായ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വളരെ യൂസ്ഫുൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് കാണാൻ പറ്റും. നമ്മൾ ന്യൂസ് പേപ്പറിലും ആർട്ടിക്കിളും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് ഇതൊക്കെ. ഒരു ഒരു പുതിയ ഒരു ഒറിജിനൽ ഒരു കൺസെപ്റ്റ് രൂപപ്പെടുത്തുകയാണ് ഏഹ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 കോർ എലമെന്റുകളാണ് നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ കാണാൻ പറ്റുക. ഒന്ന് ഫ്ലുവൻസി, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ആൻഡ് എലാബറേഷൻ. ഇത് പ്രധാനമായിട്ടും പറയുന്നത് സാധാരണ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഒരുപാട് കൺസെപ്റ്റ് രൂപപ്പെടുത്താൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് ഐറ്റംസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് രൂപപ്പെടുത്താൻ പറ്റുന്ന ഫ്ലുവൻസിയാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു യൂസേജ് ആണ് മൗസ് പോയിന്റ് എന്നുള്ളത്. അൺയൂഷ്വൽ യൂസസ് ആണ് ഇതൊരു പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. ഇതല്ലാതെ തന്നെ എത്രത്തോളം നമ്പർ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും, എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസസ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും, അത് അതിൻ്റെ ഒരു ഫ്ലുവൻസിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ആക്രമിക്കാൻ പറ്റും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ അതിൻ്റെ ഫ്ലുവൻസിയാണ്, എത്രത്തോളം യൂസേജ് പറ്റും എന്നുള്ളത്. പിന്നെ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് അത് നോക്കി കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇതൊരു പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയുകയാണ് ഇത് സംതിങ് ഒരു ബുക്കിൻ്റെ മേലെ വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പറയുന്നത് ഇത് ലോ ഫ്ലെക്സിബിലിറ്റി ആണ്. കാരണം ഇതൊക്കെ ഒരേ പേഴ്സ്പെക്റ്റീവാണ്. ഡിഫറെൻ്റ് ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്റ്റിൽ നിന്ന് ഞാൻ ഇതിൻ്റെ മറ്റൊരു യൂസേജ് പറയുകയാണെങ്കിൽ അതൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പം ഇങ്ങനെ വളരെ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് വളരെ ഡിഫറെൻ്റ് ഡയമെൻഷൻസിലൂടെ ഒരു കൺസെപ്റ്റിനെ രൂപപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഫ്ലെക്സിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒറിജിനൽ എന്ന് പറയുന്നത് ഇത് എല്ലാ അർത്ഥത്തിലും പുതിയതായിരിക്കണം എന്നുള്ളതാണ്. എവിടെയും നമ്മൾ കോപ്പി പേസ്റ്റ് അല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശയങ്ങൾ ഇൻഫ്ലുവൻസ് വരാതെ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നതിനെയാണ് സാധാരണ ഒറിജിനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്നത്. സാധാരണ ഒരു കൺസെപ്റ്റിന്റെ ബാക്കി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് സാധാരണ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരിക്കും. ഒരാൾ പറഞ്ഞ അതുമായി റിലേറ്റ് ചെയ്ത കാര്യം അടുത്ത ആൾ പറയാം. അത് സിമ്പിളാണ്. ഒരു കാര്യത്തെ പുതിയതായിട്ട് അവതരിപ്പിക്കാൻ പറ്റും, ഒട്ടും തന്നെ പ്രീവിയസ് വർക്കുകളിലുള്ള സ്വാധീനം ഇല്ലാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒറിജിനൽ ആവുക എന്ന് പറയുന്നത് അർത്ഥം. ഇലാബറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിലിംഗ് എത്രത്തോളം പറ്റും എന്നുള്ളതാണ്. ഒരു കാര്യത്തെ എത്രത്തോളം ഇൻഡെപ്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇലാബറേഷൻ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇലാബറേഷൻ ആണ്. അപ്പോൾ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ആൻഡ് എലാബറേഷൻ ഇതൊക്കെ ഒരു ഒറിജിനൽ തിങ്കിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് തോട്ട് പ്രോസസ്സിന്റെ കോർ എലമെന്റ്സുകളാണ്. ഈ ഒറിജിനൽസ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് തന്നെ ഉണ്ട്. ഈ ഒറിജിനൽസ് എപ്പോഴും ഈ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങളിലൂടെ കണ്ടെത്താനും ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവർ കുറെ കൂടി നേരത്തെ പറഞ്ഞ പോലെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, കുറെ കൂടി എക്സ്പ്ലോറേറ്റീവ് ആയിരിക്കും. ഇവർ കൺവെൻഷനലായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ എല്ലാവരും ജീവിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരാൾ കൺവെൻഷണൽ രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു കാര്യത്തെ പുതിയ പേഴ്സ്പെക്റ്റീവിലും ഒറിജിനൽ ഐഡിയാസ് രൂപപ്പെടുത്താനുള്ള ഒരാളുടെ കഴിവാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്.